ഹായ്. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിച്ചെന്നല്ല, ചെറിയൊരു തിരക്കുണ്ട്, കണ്ണൂരേക്ക് പോകാൻ നോക്കലാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് പറയണം, ഇന്ന് കൊടുക്കണം, അങ്ങനെയുണ്ടല്ലോ. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ പ്രവാസി സുഹൃത്തുക്കളോടാണ്, ചേട്ടന്മാരോടാണ്, പ്രവാസി ചേച്ചികളോടാണ്, അവിടെ ജോലി ചെയ്യുന്നത്, ദുബായിലായിക്കോട്ടെ, സൗദി. എനിക്ക് വരുന്ന മെസ്സേജിന് കണക്കില്ല, അത്രയും മെസ്സേജ് പുറത്തുനിന്ന്. ഇപ്പോൾ ഇന്ന് രാവിലെയും കൂടി പിണറായിയുള്ള ഒരു ചേട്ടൻ എന്നെ വിളിച്ചു. അപ്പോൾ എന്താന്ന് പറയണ്ടതെന്ന് അറിയില്ല. നമ്മളെ പട്ടാളക്കാരില്ലേ, അവർ നമ്മളെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്നില്ലേ. നമ്മളിവിടെ രാത്രി സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉറക്കം ഒഴിഞ്ഞ് നിൽക്കുന്ന പട്ടാളക്കാരാണെന്നുള്ളത് ഉത്തമ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ, നമ്മളെ കേരളത്തിൻ്റെ സാമ്പത്തിക പദ്ധതിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മളെ പ്രവാസികളാണ്. അവരെ ഓരോ വേർപ്പ് തുള്ളികളാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. പണ്ട് തൊട്ടേ അതെ, നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖ സൗകര്യങ്ങളിലും അവരൊരു പങ്കുണ്ട്, അവരെ വേർപ്പിൻ്റെ ഒരു പങ്കുണ്ട്. അവർ ഈ ഞാൻ ചെയ്ത 2 വീഡിയോക്ക് അവർ തരുന്ന സപ്പോർട്ട്, 2 വീഡിയോ അല്ല, എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ 2 വീഡിയോ, അഭിനേഷ് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് പൈസ അയച്ചു കൊടുക്കാൻ, ലോട്ടറി എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്, നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം. പ്രവാസികൾ അവരൊരു ലീവിന് നാട്ടിലേക്ക് വന്നാൽ 10-30 ദിവസം ലീവിന് നാട്ടിലേക്ക് വന്നാൽ നമ്മളെ നാട്ടിലെ ക്ലബിൻ്റെ പരിപാടി, ഓണാഘോഷ പരിപാടി, പാർട്ടി പരിപാടികൾ, ഇതിൻ്റെ എല്ലാം പിരിവിന് അവരോടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആരെയും മടക്കി വിടാറില്ല. അവരെ കൊണ്ടാകുന്ന രീതിയിൽ അവർ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കണ്ണ് അറിയുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കായിരിക്കും. അവർ സ്പോട്ടിൽ അവരുടെ ഒരു പിരിവ് കാര്യങ്ങളെല്ലാം ആക്കി അവരെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്യും. അത് നമ്മളെ നാട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ മുൻകൈ എടുത്തത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന സപ്പോർട്ട്, ഈ 2 വീഡിയോ, ഞാൻ ഈ 2 വീഡിയോ അല്ല, അവരെല്ലാ വീഡിയോ എൻ്റെ വീഡിയോ കാണലുണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും മെസ്സേജ് അയക്കലുണ്ട്. പക്ഷേ ഈ 2 വീഡിയോ കണ്ടിട്ട് അവർക്ക് അവിടുന്ന് ആ മോൻ്റെ സങ്കടം കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവർക്ക് സഹായിക്കണം, അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന്, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടും എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ഈ സപ്പോർട്ടിനും സ്നേഹത്തിനും. അന്നാന്നല്ല, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾക്കായാലും അത് ആരിലേക്കാണ് എത്തേണ്ടതെന്നായാലും എല്ലാം നിങ്ങളെ സപ്പോർട്ട് ഒരുപാട് സന്തോഷം. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ആരും എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ ഗൂഗിൾ പേയിലേക്കോ പൈസ അയക്കേണ്ടതില്ല. ഞാൻ അഭിനാഷ് ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇവിടെ കൊടുക്കുക. ഒരാളെ മനസ്സിൽ പോലും എനിക്കതിലൊരു സംശയത്തിൻ്റെ മണി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അഭിനാഷ് ചേട്ടൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇന്നിടുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ സഹായിക്കാൻ താല്പര്യമുള്ളവർ അതിലേക്ക് മാത്രം അയക്കുക എന്നാണ് പറയാനുള്ളത്. എനിക്ക് പറയണം തോന്നി നമ്മൾ പ്രവാസി സുഹൃത്തുക്കളെ ആ ഒരു സപ്പോർട്ട്, ചേട്ടന്മാരുടെ സപ്പോർട്ട്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, ഇന്ന് ഇത് പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്തു തരാം. ബൈ.